ദില്ലിയിലെ ഹസരത് നിസാമത്തിൽ നമ്മൾ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിൽ കയറി നമ്മുടെ നാട്ടിൽ പോകാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ 4:45 റെയിൽവേ സ്റ്റേഷനിൽ വന്നു മംഗള കയറാൻ പോടാ. മംഗള ഇവിടുന്ന് 5:35 ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് മംഗളയിൽ N2 യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹസരത് നിസാമുദ്ദീൻ എറണാകുളം വരെയുള്ള യാത്രയാണ്. 2 വീഡിയോ ഇട്ട് വരും. അപ്പോൾ നിസാമുദ്ദീൻ പൻവേൽ വരെ ഒരു വീഡിയോ, അവിടെ നാട്ടിലേക്ക് അടുത്ത വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വണ്ടി 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. 12618 3 എവിടാ? ഇതാണോ 3? നോക്കട്ടെ ഏതാ 3. ഇതായിരിക്കും. എന്റെ ദൈവമേ, തിരക്ക് കേട്ടോ നമ്മുടെ വണ്ടിയിൽ കയറാൻ വേണ്ടി. ഇതെങ്ങനെ പോകും നമ്മള്? ഇത് എവിടാണ് നമ്മുടെ കോച്ച്? ആർക്കറിയാം, നോക്കാം. നമ്മുടെ വണ്ടി 3ലാണ് വരുന്നതെങ്കിലും ഇവിടെ അതിന് മുമ്പ് മറ്റേ അമൃത്സർ എക്സ്പ്രസ് വരുന്നുണ്ട്, ലോക്മാൻ ഇതിലൊക്കെ എങ്ങാണ്ട് വരുന്നത്. അപ്പോൾ അത് വന്നിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അതിന് കയറുന്ന ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. 2 വണ്ടി കയറാനുള്ള ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ട്രെയിൻ നമ്പർ കാണിച്ചിട്ട് വന്ന് നമ്മുടെ മംഗളയുടെ റേക്ക് കേട്ടോ. മംഗള എക്സ്പ്രസിൻ്റെ റേക്ക് ഉള്ളത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. 11057 ട്രെയിൻ നമ്പർ തെറ്റാണ്. വേണം മംഗള എക്സ്പ്രസിന് റേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ലോക്കോ ഒരു തുക്ലക്കാബാദിന്റെ WP7 ആണ്. ഇവിടെ എനിക്ക് ലോക്കോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അമ്മാതിരി പാഴ്സലോട്ട് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ വണ്ടി കയറ്റാനാണ്. എനിക്ക് എന്തോരോ നോക്ക്. സക്കർണി വൈറ്റ് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ പരസ്യം ഒട്ടിച്ച തുക്ലക്കാബാദ് WP7 ആണ് നമ്മുടെ ലോക്കോ. ഇവനാണ് നമ്മളെ ഇവിടെ നിന്ന് എറണാകുളം വരെ എത്തിക്കുന്നത്. 30,599 നമ്പർ. മംഗളയ്ക്ക് കൂടുതലും ഇതേപോലെ തുക്ലക്കാബാദ് ഷെഡിന്റെ WP7 ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇവനാണ് നമ്മുടെ സാരഥി. ഈ തുക്ലക്കാബാദ് ഷെഡിൻ്റെ കുറേ ഇതുപോലെ സക്കർണി സിമന്റിന്റെ പരസ്യം ഒട്ടിച്ച കുറേ ഉണ്ട് കേട്ടോ P7. അപ്പോൾ അതിലൊരു P7 ആണ്. മിക്കവാറും ഈ മംഗളക്ക് ഈ സെയിം ഇതേപോലെ സക്കർണി P7 ആയിരിക്കും വരുന്നത്. നമ്മുടെ ഏറ്റവും പുറകിലാണ് കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ സ്ലീപ്പറാണ് വരുന്നത്. ഏറ്റവും പുറകിൽ A2 ആണ് നമ്മുടെ കോച്ച്. സെക്കൻഡ് AC A2. മംഗളയുടെ പാൻഡ്ര ഉണ്ട്. 2024 മെയ്ഡ് ഒരു പാൻഡ്ര കോച്ച്. കൊള്ളാല്ലേ? മംഗളയ്ക്ക് 6 3 ടയർ, 2 എക്കണോമി, അങ്ങനെ കുറേ AC കോച്ച് ഉണ്ട്. AC ആണ് കൂടുതൽ മംഗളയ്ക്ക് ഉള്ളത്. സ്ലീപ്പർ കുറവാണ്. ഏറ്റവും ബാക്കിലായിരുന്നു കേട്ടോ. ഏറ്റവും ബാക്കിൽ നമ്മുടെ കോച്ച് എത്തി ഗൈസ്. 2019 മെയ്ഡ് ഒരു AC 2 ടയർ ആണ് നമ്മുടെ കോച്ച്. സൈഡിൽ ഓവർ 47 ആണ് കേട്ടോ എൻ്റെ സീറ്റ്. എപ്പോഴും സൈഡിൽ ഓവറാണ് എടുക്കാറുള്ളത്. അത് കിട്ടി അങ്ങനെ. ഈ വണ്ടിക്കകത്ത് ഫുള്ള് കൊതുകാണ് കേട്ടോ. അത് ഇവിടെ പുറത്ത് ഇഷ്ടംപോലെ കൊതുകുണ്ട്. അപ്പൊ ഈ ഡോറ് തുറക്കുമ്പോ ഈ കൊതുക് എന്തൊട്ട് കയറുന്നതാണ്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. മംഗള അറിയാമല്ലോ, കേറി വന്നപ്പോഴത്തേക്ക് ഒടുക്കത്തെ സ്മെല്ല്. എന്തോ സ്മെല്ലാണ് ആർക്കറിയാം. രാവിലെ P7 P5 ഒക്കെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ കേട്ടോ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. ഏതോ വണ്ടി ഷണ്ട് ചെയ്തോണ്ട് വരിക കേട്ടോ. ഒരു അജ്മി ഷെഡിന്റെ P7. ഹസ്രത് നിസാമുദ്ദീൻ പൂനെ ദുരന്തോ എക്സ്പ്രസ്. അതാ കേട്ടോ. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ വണ്ടി എടുത്തു കേട്ടോ. മംഗള നിസാമുദ്ദീന് 5:35 ആയപ്പോൾ. നമ്മുടെ വണ്ടിക്ക് ഇനി അടുത്തുള്ള 2 സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഫരീദാബാദ്, പിന്നെ മധുര, ആഗ്രയൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ വൃത്തികെട്ട തോട് നോക്കി നമ്മൾ ഫരീദാബാദ് ലക്ഷ്യമാക്കി പോവാണ്. ഞാൻ അകത്ത് പോയിരിക്കട്ടെ. മംഗള എന്ന വണ്ടിയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. ഏത് വണ്ടി പോകാൻ വേണ്ടി പിടിച്ചിരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഡൽഹിയിൽ നിന്ന് വിട്ടടന്ന് തന്നെ ഇവിടെ ഷൊലാക്കാൻ എന്ന സ്റ്റേഷനിലുണ്ട് 2 വണ്ടി വരുന്നുണ്ട്. ഒരു വണ്ടി ഡൽഹി റാണി കമലാപതി ശതാബ്ദി, അടുത്ത വണ്ടി നിസാമുദ്ദീൻ ഖജുരാഹോ വന്ദേ ഭാരത്. ഇതിൽ ആദ്യം ആര് വരുമോ നമുക്ക് നോക്കാം. ഇത് 2 ഇപ്പം കയറി നമ്മൾ ഓവർടേക്ക് അടിക്കുക. വന്ദേ ഭാരത് കേട്ടോ. വന്ദേ ഭാരത് വരുന്നുണ്ടോ. അപ്പോൾ ഖജുരാഹോ വന്ദേ ഭാരത് ഇപ്പം നമ്മളെ കയറി ഓവർടേക്ക് അടിക്കുക. മറ്റേ ഓറഞ്ച് വന്നേ പറഞ്ഞ നോക്ക്. അടിപൊളി. നോക്ക്, സ്പീഡ് കുറവാ കേട്ടോ. കാരണം കൂടെ ഉണ്ട്. ഇനി മറ്റേ ന്യൂഡൽഹിയിൽ നിന്ന് റാണി കമലാപതിക്ക് വന്ന ശതാബ്ദി, അതിൻ്റെ തൊട്ട് ബാക്കിലുണ്ട്. അതും കൂടെ വരും. ഇവിടെ ഡൽഹിയിൽ രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് വണ്ടിക്കകത്ത്. ഇപ്പം ആൾക്കാരൊക്കെ വണ്ടിക്കകത്ത് മിക്കവാറും
ഭോപ്പാലൊക്കെ ആകുമ്പോൾ വണ്ടി ഫുള്ളാകും. ഭോപ്പാൽ വൈകിട്ടൊരു 4:40 ആകുമ്പോൾ ഭോപ്പാലാകുമ്പോൾ വണ്ടി ഫുള്ളാവും. 2 സൈഡിൽ നിന്ന് വരുന്നുണ്ട് വണ്ടി. ഇപ്പുറത്തോടെ ഒരു P4 വെച്ചൊരു വണ്ടി വരുന്നുണ്ടേ. അത് ഖജുരാഹോയിൽ നിന്ന് കുരുക്ഷേത്രയ്ക്ക് പോകുന്നൊരു എക്സ്പ്രസ് ആണ്. ഇപ്പുറത്തൂടെ ഇപ്പം ശതാബ്ദിയും വരുന്നുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് ഇവിടെ നിന്ന് മിക്കവാറും ട്രെയിൻ സ്പോട്ടിംഗ് വ്ളോഗായി പോകും കേട്ടോ. അമ്മ അതേ നിർത്തിയിടലാണ് മംഗളവിടെ നിർത്തിയിട്ടേക്കളെ. ഈ സ്റ്റേഷനിൽ വലിയ സ്പീഡില്ലെന്ന് തോന്നട്ടോ. അല്ലെങ്കിൽ 160 km/h അല്ലേ. ഇത് ഇത്രയൊന്നും ഇല്ല. ഇത് ഭോപ്പാൽ ശതാബ്ദിയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ആയിരുന്നു പണ്ടത്തെ. ഇപ്പോൾ പറത്തിയടിച്ച് പോയത് മദ്രൈ ഹസ്രത്ത് നിസാമുദ്ദീൻ തമിഴ്നാട് സമ്പർക്ക്രാന്തിയാണ്. എത്ര വണ്ടിയായല്ലേ ചെറിയൊരു നിമിഷത്തിന് ഗ്യാപ്പിൽ പോയത്. എൻ്റെ പൊന്നെ എപ്പോഴെങ്കിലും വിട്ടാൽ അതിൽ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരാളും കൂടെ ഉണ്ട്. ഫിറോസ്പൂറിന് മുംബൈ പോകുന്ന പഞ്ചാബ് മെയിലുണ്ട്. പക്ഷെ അതിപ്പോൾ ഓവർടേക്ക് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അത് നമ്മളെത്തുന്നതിന് മുമ്പ് ആഗ്രഹത്തേണ്ട വണ്ടിയാണ്. നോക്കാം നമ്മൾ ഓവർടേക്ക് ചെയ്യുമെന്ന്. ഇപ്പോൾ പഞ്ചാബ് മെയിലാണെന്ന് തോന്നുന്നു ഒരു വണ്ടി വരുന്നുണ്ട്. വേറൊരു വണ്ടിയുണ്ട്, ഒരു 9 മണിക്കൂർ ലൈറ്റ് ആയിട്ട് വണ്ടിയുള്ളത്. ഇനി അതാണോ എന്ന് അറിയത്തില്ല. ആയിരിക്കും ഏതാന്ന് നോക്കാം. ബാ അതൊന്നും അല്ല, ഇത് ദുരന്തമാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ദുരന്തമാണ്. നിസാമുദ്ദീന് പൂനെ പോകുന്ന ദുരന്തം. എന്റെ മോനെ ഇനി ഏതൊക്കെ വണ്ടി കയറി ഓട്ടോയ്ക്ക് അടിക്കുന്നത് എത്ര ഉള്ളതല്ലേ. ഇപ്പൊ 3 വണ്ടിയായി. ഇനി പഞ്ചാബ് മെയിൽ വരാൻ കിടപ്പുണ്ട്, അതിന്റെ പുറകിലാണ്. ഞാൻ ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമ്മൾ എത്തുന്നതിന് മുന്നേ ആഗ്ര എത്തേണ്ട വണ്ടികളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഓട്ടോയ്ക്ക് അടിക്കുമെന്ന് ഞാൻ ഷുവറായിട്ട് പറയുന്നത്. അപ്പോൾ ദുരന്തം ഓട്ടോയ്ക്ക് അടിച്ചു. ഇനി മറ്റേത് ഓട്ടോയ്ക്ക് അടിക്കാൻ നോക്കാം. ഇവിടെ നമ്മുടെ വണ്ടിയെ നിർത്തി പൊരിക്കുക കേട്ടോ. മുമ്പ് അതൊരു പൊരിക്കലായിപ്പോയി. ഇപ്പോൾ പോയത് റാണി കമലാപതി ഉണ്ടല്ലോ, ഭോപ്പാൽ നിസാമുദ്ദീൻ പോകുന്ന ഷാനി ഭോപ്പാൽ എക്സ്പ്രസ്. അയ്യോ, ഇത് തന്നെ ഒരു ട്രെയിൻ സ്പോട്ടിംഗ് ബ്ലോഗ് ആവുമെന്ന് തോന്നുന്നു. 3 വണ്ടിയുടെ തേപ്പ് വിട്ട ശേഷം നമ്മളിവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് തേപ്പ് വിട്ടാൽ നോക്കാം കേട്ടോ. പഞ്ചാബ് മെയിലുണ്ട് പുറകെ, അത് തേക്കുമോയെന്ന് ആർക്കറിയാം. സൊമാറ്റോ ഇപ്പോൾ കുറേ അടുത്തുണ്ട്. ഞാൻ ജാൻസിയിൽ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് പിസ്സ കട്ടിന്ന് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് ജാൻസിയിൽ നിന്ന് കേട്ടോ. അപ്പോൾ സൊമാറ്റോ ഒന്നും കിട്ടി. മംഗളയിലെ ഫുഡ് വലിയ ഗുണമില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഉപ്പുമാവ് മേടിച്ച് കഴിച്ചു, ഇനി ഉപ്പൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏത് വണ്ടിയിലായിരുന്നു? ഉപ്പ് ഭയങ്കര ഉപ്പാന്ന് പറഞ്ഞേ. അയ്യോ, അത് ഏത് വണ്ടിയായിരുന്നു? മറ്റേ കർണാടക എക്സ്പ്രസ്സിലായിരുന്നു? ഇല്ലല്ലോ, ഇത് വണ്ടിയിലായിരുന്നു. ഭയങ്കര ഉപ്പുമാവ് മേടിച്ചിട്ട് ഭയങ്കര ഉപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ അമൃത്സറിലാണ്. ഏതോ ഒരു വണ്ടി ഓർമ്മയില്ല കേട്ടോ. അത് ഭയങ്കര ഉപ്പായിരുന്നു. ഇതിനകത്ത് ഉപ്പുമില്ല. എന്താ അല്ലേ.
വണ്ടി ഉണ്ടോ? ഇത് ദുർഗില്ലേ, ദുർഗന്ന് ഉദംപൂരിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആട്ടോ. നമ്മളവിടെ അത്രയും നേരം പിടിച്ചിട്ടെങ്കിലും ഇവിടെ മധുരയിലെത്തിയപ്പോൾ വെറും 6 മിനിറ്റ് ഡിലേ ഉള്ളു കേട്ടോ. കാരണം അത്രയ്ക്ക് സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. എനിക്ക് തോന്നുന്നു ആ ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ കറക്റ്റ് ഷെഡ്യൂളാണ്, അതുകൊണ്ട് കറക്റ്റ് അനുസരിച്ചുള്ള ടൈം കൊടുത്തേക്കണേ. അപ്പുറത്തോട്ട് തേജസ് രാജധാനി സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടോ? മുംബൈയിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന തേജസ് രാജധാനി. ഇതുവരെ നമ്മുടെ മംഗള ഓൺ ടൈം ആയിട്ടോ. 8:35 ആയപ്പോൾ ഇവിടെ ആഗ്ര എത്തി. നീ ഇടയ്ക്ക് കുറേ സ്റ്റോപ്പൊക്കെ ഉണ്ട്, മൊറേന ബീന എന്നൊക്കെ പറഞ്ഞ കുറേ സ്റ്റോപ്പൊക്കെ ഉണ്ട് മംഗളയ്ക്ക്. കറക്റ്റ് 3 മണിക്കൂർ എടുത്ത് ഡൽഹിയിൽ നിന്ന് ഇവിടെ ആഗ്ര എത്താൻ വേണ്ടി. അപ്പുറത്തൊരു BTPM പോകുന്നു, BTPM. ഇവിടെ ഒരു പച്ച നിറത്തിലൊരു WD-40 ഇറക്കുന്നുണ്ട്, ഒരു ഗുഡ്സോ ആയിട്ട്. അത് ലക്നൗ ഷെഡിന്റെ WD-40 ആണ്. ആ ഒരു 4D മേജർ ദിനേശ് രഘുരാമൻ എന്നൊരു സോൾജർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോടുള്ള ഒരു ട്രൈബ്യൂട്ട് കാരണം ലക്നൗ ഷെഡുകാർ ചെയ്ത ഒരു WD-40 ലിവറി ആണത്. അടിപൊളിയല്ലേ അത്? നമ്മൾ നിസാമുദ്ദീൻ എറണാകുളം പോകുന്ന മംഗളയുടെ നമ്പർ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് എന്നാണ്. മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, ഇതിന്റെ നമ്പറാണ് 12618. അപ്പൊ ഇത് നിസാമുദ്ദീൻ എറണാകുളം വരെ 2761 കിലോമീറ്റർ ഉണ്ട്. 49 മണിക്കൂർ 55 മിനിറ്റ് ആണ് ഇതിന്റെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. കൊങ്കണിലെ മൺസൂൺ ടൈം ടേബിളും കൂടെ വരുമ്പോൾ ഒരു 3-4 മണിക്കൂറും കൂടെ കൂടും. നമ്മുടെ മംഗള പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ ഇറ്റാർസി പോവും. അവിടെ നിന്ന് പിന്നെ ഖണ്ഡ്വ, പിന്നെ മന്മത്, ഭുസാവൽ, ഇഗത്പുരി, നാസിക്, ഇഗത്പുരി, കല്യാൺ, പിന്നെ അവിടെ നേരെ പൻവേൽ, പിന്നെ കൊങ്കൺ, മംഗലാപുരം വഴി നേരെ എറണാകുളം പോകും. അങ്ങനെയാണ് റൂട്ട്. 2 ജനറൽ, 7 സ്ലീപ്പർ, പിന്നെ 6 3 ടയർ, 2 എക്കണോമി 3 ടയർ, പിന്നെ 2 2 ടയർ. ഇത്രയും കോച്ചുകളാണ് നമ്മുടെ മംഗളയിലുള്ളത്. മൊത്തത്തിൽ 6 സെറ്റ് ഓഫ് റേക്ക് ഉണ്ട് ഈ ഒരു മംഗള എക്സ്പ്രസ്സിന്. എല്ലാ ദിവസവും ഓടണ്ടേ, ഡെയിലി ഓടണ്ടേ. അപ്പോൾ ഡെയിലി ഓടുന്നതുകൊണ്ട് 6 റേക്ക് ഉണ്ട് ഇതിന് മൊത്തം. നമ്മൾ നിസാമുദ്ദീൻ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി കുറേ നേരം ഇനി 130 km/h പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊന്ന് സ്പീഡ് കുറയും, എന്നാൽ 130-110 റേഞ്ച് തന്നെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ സിക്രോഡ കൺട്രി, അങ്ങനെ ഒരു സിക്രോഡ എന്നാണ് സ്റ്റേഷന് പേര്. ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഓവർടേക്കാണ്. പഞ്ചാബ് മെയിലാണെന്ന് തോന്നുന്നു. പഞ്ചാബ് മെയിൽ പുറയിലുണ്ട്, അത് ഇതിലായിട്ടും കയറിപ്പോയിട്ടില്ല. അപ്പം മൊറേന എത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ 2ാമത്തെ ഓവർടേക്ക് ആയിട്ട്. 2 അല്ല, 1 2 3 4ാമത്തെ വണ്ടിന് ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു. സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി ഒക്കെ തന്നെയാണ്, പക്ഷേ പട്ടി വില പോലും ഇല്ല ഈ വണ്ടിക്ക് കേട്ടോ. സത്യം പറയാമല്ലോ, ഇപ്പം എത്ര അടുത്ത് നമ്മളെ പിടിച്ചിട്ട് ഓവർടേക്ക് അടിക്കുന്നല്ലേ. ഏതോ കുഗ്രാമത്തിലെ റെയിൽവേ സ്റ്റേഷൻ പോകണ്ടോ. ഫുള്ള് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം നോക്ക്, ഫുൾ പാടങ്ങളാണ്. ഇതിനകത്ത് പയ്യന്മാർക്കൊക്കെ ഇത് മലയാളം അറിയാം കേട്ടോ. ചായ വേണോ പറഞ്ഞ് ചായ വേണമെന്ന് പറഞ്ഞ്, 1 മതിയോ 1 മതി എന്ന് പറഞ്ഞ്. ഇപ്പോൾ നമ്മുടെ ഏതോ വണ്ടി വരുന്നുണ്ട്, പഞ്ചാബ് മെയിലാണെന്ന് തോന്നുന്നു. പോവാൻ അടിച്ചു വരുന്നുണ്ട്. ഇതെന്ത് DP വേൾഡ്, നല്ല രസമുണ്ടല്ല. വാഗങ്കടം വയലറ്റ് കളറുള്ള DP വേൾഡ്. ജെറ്റ് പഞ്ചാബ് മെയിൽ പോയതാണ്. പഞ്ചാബ് മെയിൽ നമ്മളെക്കടെ മുന്നേ പോയതാണ്. ഇപ്പോൾ അജ്നി WAP7 ആയിരുന്നു എൻ്റെ ലോക്കോ.
ഫിറോസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പഞ്ചാബിന്. ഫിറോസ്പൂർന്ന് മുംബൈക്ക് വന്നതാണ് പഞ്ചാബ് മെയിൽ. ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പഞ്ചാബ് മെയിൽ. ഇതിന് ഇഷ്ടംപോലെ സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇവിടെയും പിടിച്ച് ഓരോ വണ്ടികളൊക്കെ കയറ്റി വിടുന്നത്. ഇനി ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, മറ്റേ വണ്ടി പോയി. പഞ്ചാബ് മെയിലിന്റെ വക തേപ്പ് കിട്ടിയിട്ട് മംഗള പുറപ്പെട്ടിരിക്കുകയാണ്. ഈ നാളെ കൊങ്കണിൽ അടുത്ത സെറ്റ് തേപ്പ് കിടപ്പുണ്ട്. അയ്യോ അതാണ് ഭയങ്കരം. ഈ വണ്ടി കൊങ്കണിൽ തേപ്പ് കിട്ടാൻ വേണ്ടി ഫസ്റ്റ് വണ്ടിയാണ് ഈ വണ്ടി. മംഗള എക്സ്പ്രസ് പിന്നെ നേത്രാവതി, ഈ രണ്ടും കണക്കാണ് കേട്ടോ. അയ്യോ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ടിക്കറ്റ് എടുത്തത്. എനിക്കറിയാം. ഇതിൻ്റെ 2 ടയറിലെ വാഷ്റൂം വരെ ശോകമാണ് കേട്ടോ. വൃത്തിയില്ല എന്നല്ല, അത് ഇതൊക്കെ ഇളകി പറഞ്ഞിരിക്കുകയാണ്. ഫ്ലഷ് നമ്മൾ വലിക്കുമ്പോൾ വെള്ളം അതിൻ്റെ ഇടയിൽ കൂടെ താഴോട്ട് പോകുന്നു, അങ്ങനെ ഫ്ലഷിൻ്റെ സാധനം ഇളകിയിരിക്കുന്നു, അങ്ങനത്തെ ഇതൊക്കെയാണ്. കംപ്ലൈൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല, കാരണം ആ സാധനം ഇപ്പോൾ മാറ്റാൻ പോയി ആര് മാറ്റാനാണ്? ഇതൊക്കെയാണ് പ്രശ്നം. എന്നിട്ട് നമ്മളെന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ നമ്മളുടനെ പൊളിറ്റിക്സ് പറയാമെന്ന് പറയും. അതുകൊണ്ട് എന്താ അല്ലേ നമ്മളെ ആൾക്കാരൊക്കെ എന്താ ഇങ്ങനെ? ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ടില്ലായിരുന്നോ, മറ്റേ കട്കുഡാം ജൻസിലാക്കിയുടെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കുണ്ട് തെറിവിളി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറിവിളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അപ്പനെ വിളിയ അമ്മയ്ക്ക് വിളിയ, അങ്ങോട്ടും എല്ലാ അടിയും അങ്ങോട്ട്. ലാസ്റ്റ് ഞാൻ കമൻറ്റ് ഓഫ് ചെയ്തു. വെറുതെ അടിയുണ്ട്, എന്തിനാണ് വെറുതെ വഴക്കുണ്ടാക്കണേ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഇത്ര മോശമല്ലേ കാണിക്കണൊക്കെ ചുമ്മാ. ഞാൻ കമൻറ്റ് ഓഫ് ചെയ്തു, അല്ലാണ്ട് എന്ത് ചെയ്യാനോ. നമ്മൾ വെറും 2 മിനിറ്റ് മാത്രം ഡിലേ ആയിട്ട് ഇവിടെ മുറേന എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. മുറേന നമ്മൾ അത്രയും നേരം അവിടെ പിടിച്ചിട്ടും ഇവിടെ കറക്റ്റ് ഓൺ ടൈം എത്തിയാണ്ടോ? എന്താ അല്ലേ, അതാണ് ബഫർ ടൈം, എക്സ്ട്രാ ടൈം. ഇവിടെ എവിടെ നോക്കിയാലും ഈ ഐറ്റമാണ് കേട്ടോ, WG12. റാണി കമലാപതി നിസാമുദ്ദീൻ വന്ദേ ഭാരതാണ് ഇപ്പോൾ പോയത്. നമ്മളന്ന് കയറിയില്ലേ ഫാസ്റ്റസ്റ്റ് വന്ദേ ഭാരത്, ആ വന്ദേ ഭാരത് ഇപ്പോൾ അടിച്ച് മിന്നിച്ചങ്ങോട്ട് പോയത്. എല്ലായിടത്തും ഓൺ ടൈം ഉണ്ടോ മക്കളെ? ഇപ്പോൾ നമ്മൾ ഗ്വാളിയറിന് വിട്ടിരിക്കുകയാണ്, മധ്യപ്രദേശിൽ ഗ്വാളിയർ. ഇനി അടുത്തത് ഝാൻസിയാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അത് 12 മണിയാകുമ്പോൾ എത്തും. ഇപ്പോൾ 10:30 ആയാലും. രണ്ട് കുച്ച് കിടപ്പുണ്ട്. രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കൂടെയാണ് നമ്മുടെ മകളെ വന്നത്. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം അപ്പുറത്ത്. അപ്പോൾ രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കൂടെ പോകുന്നതാണ്ടാ. ഝാൻസി എത്തിയപ്പോഴേക്കും നമ്മളിവിടെ ഒരു വണ്ടിയായിട്ട് പാരലൽ റൺ നടത്തുന്നുണ്ടോ. ഈ വണ്ടി പ്രതാപ്ഗഡ് എന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങുന്ന വണ്ടിയാണ്. പ്രതാപ്ഗഡ് നിന്ന്
മുംബൈ LTTക്ക് പോകുന്ന ഉദ്യോഗ് നഗരി എക്സ്പ്രസ് ആണ് ഈ കാണുന്നത്. കണ്ട പ്രതാപ്ഗഡ് ലോക്മാന്യ തിലക് ഉദ്യോഗ് നഗരി എക്സ്പ്രസ്. ഈ പ്രതാപ്ഗഡ് പ്രയാഗ്രാജിനടുത്തുള്ള സ്ഥലമാണ്, ഉത്തർപ്രദേശിലാണ്. അപ്പൊ അവിടെ നിന്ന് മുംബൈക്ക് പോകുന്ന ഒരു ട്രെയിനാണിത്. കൊതുകിനടിക്കുന്ന ബാറ്റൊക്കെ വെച്ചിട്ടാ യാത്ര ചെയ്തത്. അയ്യോ ഇത്യാദി. ജനറൽ പോലെ അതിനകത്ത് സ്ലീപ്പറൊക്കെ നോക്ക്. ഇവിടൊക്കെ പിന്നെ അത് നോർമൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത്ര പേരാന്ന് വയ്ക്കാതിരിക്കുന്നത്. ഹീരാങ്കണ ലക്ഷ്മിബായി ഝാൻസി. 2 വണ്ടിയുണ്ട്. ഒരു ജീണയും വെച്ച് ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പുറത്ത് വേറെ വണ്ടി കിടപ്പുണ്ട്. ആ ജീണയും വെച്ച് വന്നത് ഗോരഖ്പൂർ ലോക്മാന്യത്തിലെ ഗോരഖ്പൂർ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. ഇത് ഏത് വണ്ടിയാ? ഇത് എവിടെന്നോ എങ്ങോട്ടോ പോകുന്ന വണ്ടിയാണ്. കുറേ പേരൊക്കെ ഉണ്ടല്ലോ, അതിൽ ഏത് വണ്ടിയാണെന്ന് ആർക്കറിയാം. കുറേ പേര് എഴുതി വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ. ഞാൻ ഉച്ചയ്ക്ക് സൊമാറ്റോ വഴി പിസ്സ ഹട്ടിൽ നിന്ന് പിസ്സ പറഞ്ഞായിരുന്നു, അത് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫീസ്റ്റിനാണ് പിസ്സയാണ്. ഇതിൽ ചിക്കൻ്റെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, കഴിച്ചു നോക്കട്ടെ, കൊള്ളാവുന്നു. സോഫ്റ്റ് പിസ്സ കേട്ടോ, അടിപൊളി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെയും കിട്ടും സൊമാറ്റോ കേട്ടോ. സൊമാറ്റോ വഴി ഓർഡർ ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്യാം, അടിപൊളിയാണ്. നമ്മുടെ കോച്ചിൽ RAC കയറിയിട്ടുണ്ട്. ശരിക്കും RAC അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. എന്തായാലും AC കണ്ട് കുഴപ്പമില്ല, സ്ലീപ്പറൊക്കെ ആകുമ്പോൾ ഭയങ്കര കഷ്ടമാണ്. അല്ലെങ്കിൽ RAC പരിപാടിയൊക്കെ നിർത്താറായി. എന്തായാലും എത്ര നാളായി. എന്താ ഭയങ്കര ഒന്നെങ്കിൽ RAC ആവുകയാണെങ്കിൽ ഒന്നെങ്കിൽ പകുതി റീഫണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ നേരത്ത് ഫുൾ ക്യാൻസലേഷൻ പൈസ കൊടുക്കണം. അതൊന്നും ചെയ്യത്തുമില്ല. ഫുൾ പൈസയ്ക്ക് ഒരുമാതിരി പറ്റിയ പരിപാടി അല്ലേ. നമ്മളിങ്ങനെ പൊരിവെയിലത്ത് മധ്യപ്രദേശിലെ ഉൾവനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഉൾവനാന്തരം ഒന്നുമല്ലാണ്, പക്ഷെ ഉള്ളിലാണ്, നല്ല ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ റൂട്ട് പോയി മടുത്ത് കേട്ടോ. നമ്മുടെ ഈ ന്യൂഡൽഹി ഭോപ്പാൽ രസം കഴിക്കും. ഞാൻ ഇങ്ങോട്ട് മംഗളയ്ക്ക് കയറാൻ വേണ്ടി രാവിലെ 3:15 അലാറം വെച്ചാൽ 4:15 ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അലാറം വെച്ച് ഞാൻ കിടന്നുറങ്ങിപ്പോയി. അലാറം അടിച്ചു, ഞാൻ അലാറം ഓഫ് ചെയ്തു പോരെ. ഞാൻ എന്നിട്ട് കണ്ണ് തുറന്നപ്പോൾ 4:15. 4:30 അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി മറ്റേ ഊബർ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരും. അല്ല പിന്നെ വെളുപ്പിനെ എങ്ങനെ പോകാനാ, അല്ല പിന്നെ നോക്കണം. ഞാനൊരു പെട്ടെന്ന് തന്നെ ഓൾറെഡി എല്ലാം എടുത്ത് വെച്ചേക്കുമായിരുന്നു. പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആവാൻ വലിയ പറ്റിയില്ല. എന്നിട്ട് കുറച്ച് ഫ്രഷായിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് വേഗം ഇവിടെ എത്തി. ഞാൻ 4:15 മാറി 5:15 പെട്ടുപോയായിരുന്നു ഞാൻ. നമ്മളിപ്പോൾ മധ്യപ്രദേശിൽ തന്നെയാണ്. വിദിഷ എന്നൊരു സ്ഥലം കഴിഞ്ഞിരിക്കുകയാണ്. വിദിഷ അത്യാവശ്യം നല്ല വലിയൊരു ടൗൺ ആണ് ഇവിടുത്തെ വിദിഷ. അപ്പം വിദിഷ അതിന് ഭോപ്പാൽ ഭാഗത്തേക്ക് പോകാണ്ട് ചെറിയൊരു നദി പോലെ ഉണ്ടോ, നദി ഒരു പാലവും. ഈ വിദിഷ എന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് സാഞ്ചി സ്തൂപ വരുന്നത്. സാഞ്ചി സ്തൂപ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മധ്യപ്രദേശിലെ ഹിസ്റ്റോറിക് അട്രാക്ഷനാണ്. അപ്പോൾ അത് ഈ വിദിഷയ്ക്ക് അടുത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ ഇറങ്ങിയാൽ മതി. അപ്പോൾ സാഞ്ചിയിൽ എന്ന സ്റ്റേഷൻ വരെ ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ സാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മുടെ സാഞ്ചി സ്റ്റേഷനിൽ ഇങ്ങനെ പയ്യെ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടെ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ ആണ്, സിഗ്നൽ അടപ്പുണ്ടെന്ന് തോന്നിട്ടോ. സ്പീഡ് റെസ്ട്രിക്ഷൻ അല്ല, സിഗ്നൽ അടപ്പുണ്ട്. കാരണം ഇവിടെ 120 സ്പീഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ അടപ്പുണ്ടതാണ്. ഇതാണ് സാഞ്ചി സ്റ്റേഷൻ. ഇതാണ് സാഞ്ചി സ്റ്റേഷൻ കണ്ടോ. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയാൽ സ്തൂപ കാണാൻ പോകാൻ പറ്റും. അവിടെ ചെറുതായിട്ട് അവിടെ മലയുടെ മുകളിലായിട്ട് കാണാൻ പറ്റും സ്തൂപ കേട്ടോ. ഈ സാഞ്ചി സ്തൂപ എന്ന് പറഞ്ഞ ഒരു ബുദ്ധിസ്റ്റ് കോംപ്ലക്സ് ആണ്, ബുദ്ധിസ്റ്റുകളുടെയാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ്.
അപ്പോൾ അത് ഇവിടെയാണ് സംഭവം. അപ്പോൾ എനിക്കത് കറക്റ്റ് അറിയത്തില്ല, ഞാനത് വേറെ എവിടെയാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നല്ല കത്തുന്ന ചൂടാട്ടോ ഇവിടെ ഇപ്പം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ. ഇപ്പോൾ സമയം 4 മണിയാ പറയാം, ഇപ്പോഴും 38 ഡിഗ്രിയാണ് കേട്ടോ ചൂട്. ഇങ്ങനെ ചൂടാണ്. നമ്മുടെ അടുത്തൊക്കെ ചൂടൊക്കെ ഇങ്ങോട്ട് വന്ന് ഇപ്പം ഭയങ്കരമാണ്. നമ്മൾ ഭോപ്പാൽ എത്താറായി. അപ്പോൾ അതായിട്ട് ആ ഭാഗത്ത് കാണുന്നത് നിഷത്പുര യാർഡാണ്. നിങ്ങൾ നിഷത്പുര യാർഡ് മറ്റേ റെയിൽവേ മെൻ സീരീസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു നിഷത്പുര യാർഡാണ് ആ ഭാഗത്ത് കേട്ടോ. കണ്ടിട്ട് സ്പെഷ്യൽ ട്രെയിൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം മിക്സഡ് ആയിട്ടുള്ള കോച്ചുകളാണ്. സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറും ആൾക്കാരും കുറവാണ്. സ്പെഷ്യൽ ട്രെയിനാണ് കേട്ടോ. അവിടെ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ടോ, അത് ഇൻഡോർ ഭാഗത്തുനിന്ന് വരുന്ന ലൈനാണ്. ഏതൊരു ഇൻട്രസിറ്റി എക്സ്പ്രസ് ആണെന്ന് കേട്ടോ. അതിന് നെയിം ബോർഡ് നോക്കിയിട്ട് ട്രെയിൻ അല്ലെന്ന് പറയാം. ഇത് ദാഹോദ് എന്ന സ്ഥലത്ത് നിന്ന് ഭോപ്പാലിലേക്ക് വരുന്ന ഒരു ഇൻട്രസിറ്റി ആണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഡോർക്ക് പോകും, അംബേദ്കർ നഗർ പോകും. അപ്പോൾ ദാഹോദെന്ന് ഭോപ്പാൽ വരുന്നൊരു ഇൻട്രസിറ്റിയാണ് വേണ്ട അവിടെ നിന്ന് വരുന്നത്. നമ്മളുമായിട്ട് പാരലാണ് നടത്തുകയാണത്. നമ്മളായിട്ട് ഭോപ്പാൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. വണ്ടി ഫുള്ളായി കേട്ടോ, നിറച്ച് ആൾക്കാർ കയറി. ഇപ്പം എൻ്റെ മുകളിലുള്ള ആൾ വന്നു. ഇപ്പം ഇവിടെ ഭോപ്പാലിൽ വേറെ കോട്ടയാണ് തുടങ്ങുന്നത്. അതായത് ഓരോ സ്ഥലത്ത് ഓരോ കോട്ട ഉണ്ടാവും. ഇപ്പം ഈ കോട്ട എന്ന് പറഞ്ഞാൽ നിസാമുദ്ദീന് ഭോപ്പാൽ വരെ ഓരോ കോട്ടയായിരിക്കും. ഭോപ്പാലിന് ചിലപ്പം പുസാവലോ അല്ല മന്മത് വരെ വേറെ കോട്ടയായിരിക്കും. ഭോപ്പാലിന് അടുത്ത റിമോട്ട് ലൊക്കേഷൻ കോട്ട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത TT കയറിയുണ്ടോ. ഇവിടെ എത്തേണ്ട 4:20 വിടേണ്ട 4:25 നമ്മൾ 4:13 എത്തി. അപ്പോൾ 4:25 ആവാൻ വേണ്ടി വെയിറ്റിംഗ്. വൈകിട്ട് ചായയോടെ നമുക്ക് മംഗളയിൽ നല്ല ചൂട് പഴംപൊരി കിട്ടും. പഴംപൊരി കിട്ടും. പഴംപൊരി കഴിച്ചു നോക്കട്ടെ. കണ്ടെന്ന് ഹിന്ദിക്കാരുണ്ടാക്കുന്നതാന്ന് തോന്നുന്നു. കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് കേട്ടോ, പക്ഷെ ഭയങ്കര എണ്ണയാണ്. ഈ ഭോപ്പാൽ ഇറ്റാർസി റൂട്ടിൽ ഇതേപോലെ ഗാർഡ് സെക്ഷൻ പോലെ കേട്ടോ. നമ്മൾ പിന്നെ മലയൊക്കെ ചുറ്റി മലയുടെ ഇടയ്ക്കൂടെയൊക്കെയാണ് പോകുന്നത്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഇറ്റാർസിയാണ്. ഇത് കണ്ടോ, പാറയുടെ ഇടയ്ക്കൂടെ പോകുന്നതുണ്ടോ, അടിപൊളിയല്ലേ. നമ്മളൊരു കയറ്റം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പയ്യാണ് പോകുന്നത് കണ്ടോ. വനമാണ്, വനം. റെയിൽവേ ട്രാക്ക് ഉണ്ടോ, അടിപൊളിയല്ലേ. നല്ല കൺസ്ട്രക്ഷൻ ആട്ടോ ഈ ഭാഗത്ത്. ആ മലയുടെ ഇടയ്ക്കൂടെ ടണലൊക്കെ പണിയിട്ടുണ്ടെന്ന് അവിടെ ഉള്ളത്. ഓ ഇത് അടിപൊളി കേട്ടോ, നോക്കിയേ സൂപ്പർ അല്ലേ. ഒരു പാലമുണ്ട് താഴെ, ഫുള്ള് വനമാണ് കേട്ടോ. ഗാർഡ് സെക്ഷൻ സൂപ്പർ അല്ലേ. താഴെ കണ്ട ഒരു ചെറിയൊരു നദിയാണ്, എന്തോ കൊണ്ടല്ലേ, അടിപൊളി. ഓ പേടിയാന്ന് കണ്ടാൽ തന്നെ. ഇവിടെ സ്പീഡ് കുറവാട്ടെ, 30 ഉള്ളേ. ആ 30-ലാണ് നമ്മുടെ വണ്ടി പോകുന്നത്. മധ്യപ്രദേശിലെ ഇറ്റാർസി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റാർസിയിൽ 6:20 കയറിയാൽ മതി. പക്ഷെ നമ്മൾ 5:54 ആയപ്പോൾ തന്നെ ഇവിടെ ഔട്ടറിലെത്തി. കണ്ടതൊരു സ്പെഷ്യൽ ട്രെയിനാണ്. മുംബൈ LTTന്ന് ഗോരഖ്പൂർ പോകുന്നൊരു സ്പെഷ്യലാണ്. 2-3 വണ്ടി ഇറങ്ങിപ്പോകാനുണ്ടെന്ന് തോന്നുന്നു. അതാണ് നമ്മളെ വേണ്ടി പിടിച്ചിട്ടേക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ ആണല്ലോ വേറൊരു വണ്ടി വരുന്നുണ്ട്, നോക്കാം ഏതാന്നേ.
രാവിലത്തെ ബാക്കിയാണ് നിന്നിട്ടുണ്ട്. അടുത്ത വണ്ടി വരുന്നുണ്ട്. രാവിലെ ഇതുപോലെ പിടിച്ചിട്ടിട്ട് കുറേ വണ്ടി കരുപ്പി ഇതുകൊണ്ട് പിന്നെയും വരുന്നുണ്ട്. ഏതാ വണ്ടി? നല്ല വലിയൊരു വളവ് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഇറ്റാർസി ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ. സമയം 6:20 കഴിഞ്ഞു. നമ്മൾ നേരത്തെ നമ്മൾ കുറേ നേരം പിടിച്ചിട്ട് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ കയറുന്ന പ്ലാറ്റ്ഫോമിലേക്ക്. ഡൽഹിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന സാധാരണ വണ്ടികളെല്ലാം ഇറ്റാർസിന് ലെഫ്റ്റ് എടുത്ത് പോകും. പക്ഷെ നമ്മൾ നേരെയാണ് പോകുന്നത്. നമ്മൾ ഖണ്ഡ്വ, ബറൻപൂർ, മധ്യപ്രദേശിൽ കൂടെയാണ് നമ്മൾ ഇവിടെ ഭുസാവൽ, പൻവേൽ പോയി ചാടുന്നത്. ഇറ്റാർസിയുടെ ഒരു WDG4 കിടക്കുന്നുണ്ട്. ഇറ്റാർസിയുടെ ഒരു ഡീസലും ഉണ്ട്, ഇലക്ട്രിക് ലോക്കോസും ഉണ്ട്, P7 ഒക്കെ ഉണ്ട് കേട്ടോ. ഇറ്റാർസിയുടെ ഒരു WP7 കണ്ടോ കിടക്കുന്നത്. ഈ വണ്ടി ജബൽപൂർന്ന് വെരാവൽ പോകുന്നതാണ്. ജബൽപൂർ വെരാവൽ സോംനാഥ് എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത് കേട്ടോ. ജബൽപൂർന്ന് വെരാവലിലേക്കൊക്കെ ട്രെയിൻ ഉണ്ട്. അല്ല ജാംലി പാക്ഡായ സെക്കൻഡ് ക്ലാസ് കണ്ടോ. എന്തായാലും അവസ്ഥ ആകെ 2 സെക്കൻഡ് ക്ലാസ് ഉണ്ട്. അതിൽ കുത്തി നിറച്ച ആൾക്കാർ നോക്ക്. സമ്മതിക്കണം കേട്ടോ ഇവരൊക്കെ ഇത്രയും ദൂരം പോകുന്നവരല്ലേ. കണ്ട ഈച്ച വന്നിരിക്കുന്ന കണ്ട ആ ഒരു മുട്ട ബിരിയാണി ഇതാ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. നോക്ക് എന്താല്ലേ എൻ്റെ ദൈവമേ. ഇനി മേലെ പേടിക്കത്തില്ല. ഞാൻ മംഗളിൽ താലി പറഞ്ഞിട്ടോ ഒരുപാടുണ്ടേ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയും ട്രെയിനിൽ കയറിയിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള മംഗളേതാന്ന് തോന്നും. ഇത് കണ്ടോ അത്യാവശ്യം നല്ല കറിയുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ചോളയുണ്ട്, പച്ചരി ചോറുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് റൊട്ടി മുക്കി കഴിക്കാനുള്ള കറിയാണ്. റൊട്ടിയുണ്ട്, പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ട് കേട്ടോ, സോൻ പപ്പടി. നല്ല ഊണായിരുന്നു കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ചില വണ്ടി നമ്മൾ മേടിക്കുമ്പോൾ ഒട്ടും കാണത്തില്ല. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. കറിയാണേലും റൊട്ടിയാണേലും സൂപ്പർ തന്നെ. നാളെ ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി മേടിച്ചിട്ട് അതും കൂടെ അഭിപ്രായം പറയാം. കുറെ നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മൾ മധ്യപ്രദേശിലെ ഖണ്ഡ്വ ജംഗ്ഷനിലെത്തി കേട്ടോ. അപ്പുറത്ത് കിടക്കുന്നത് മുംബൈ LTTന് ജയ്നഗർ ഉണ്ട്. ബീഹാറിലേക്ക് പോകുന്നൊരു വണ്ടിയാണ് കിടക്കുന്നത്. അതിന്റെ ജനറൽ ഞാൻ വരുന്ന വഴിക്ക് കണ്ട എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. എക്സ്പ്രസ്സിലെ ഫസ്റ്റ് ഡേ ഇവിടെ കഴിയുകയാണ്. വീഡിയോ നാലാമത് എൻ്റെ ചെയ്യാം. അപ്പം നമ്മളിപ്പം ബറൻപൂറൊക്കെ എത്തും ഒരു 9:50 ആകുമ്പോൾ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കിടന്ന് സ്ലീപ്പ് ചെയ്യട്ടെ. അപ്പോൾ രാവിലെ പൻവേൽ എത്തുമ്പോൾ നമുക്ക് വീഡിയോ ഉണ്ട് ചെയ്യാം. പൻവേൽ ടു എറണാകുളം അടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ നമ്മൾ കല്യാൺ കഴിഞ്ഞിട്ട് പൻവേൽ ഭാഗത്തേക്ക് പോവാണേ. അപ്പോൾ ദിവ ജംഗ്ഷൻ എന്ന സ്ഥലമുണ്ട്. അപ്പോൾ ദിവയിൽ നിന്നാണ് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ പൻവേൽ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ദിവ ആ ലെഫ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക, സിഗ്നൽ കിട്ടി. ഇനി മുംബൈ കടന്നു കിട്ടാൻ കുറേ സമയം എടുക്കും കേട്ടോ. ഇനി ലോക്കൽ ട്രെയിൻസ് ഒക്കെ രാവിലെ പോകുന്നുണ്ടോ. അടിപൊളി ട്രാക്സ് ഉണ്ടല്ലേ. രാവിലെ തന്നെ ചെറുപറ വണ്ടികളാണല്ലോ. ഇതേ ഭുസാവൽ ഷെട്ടിൻ്റെ WG5 ആണ് കേട്ടോ. ലോക്കോ 2 ഉണ്ട്, ട്വിൻസ് ആണ്. ചൈന ഷിപ്പിങ്ങോ എന്തൊക്കെയോ സംഭവം എഴുതിയിട്ടുണ്ടായിരുന്നു. കണ്ടെയ്നറാണ് കേട്ടോ.
ട്രാക്കിൻ്റെ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, ആ ജോയിൻറ്റിൻ്റെ മുകളിൽ കൂടെ ഈ ട്രെയിന് വീല് പോകുമ്പോഴാണ് കടക്കട ശബ്ദം കേൾക്കുന്നത്. കണ്ടോ? ഇപ്പോൾ കണ്ടില്ലേ? നമ്മളിവിടെ ചറവറ ട്രെയിൻ സ്പോട്ടിംഗ് ആയിട്ട് ഇപ്പോൾ പോയത് സായ്നഗർ ഷിർഡിയില്ലേ, ഷിർഡിയിൽ ദാദർ പോകുന്നൊരു എക്സ്പ്രസ്സാണ് G9 വെച്ചിട്ട്. ഇതുവരെ ഓൺ ടൈമാണ്. 6:30 പൻവേൽ എത്തിയാൽ മതി. എത്തുവരെ ഇപ്പോൾ 6 മണി 5 മിനിറ്റായി. ഇനി 25 മിനിറ്റ് കൊണ്ടുള്ള പൻവേൽ എത്തുമ്പോൾ എത്തും, കുഴപ്പമില്ല. ഗോരഖ്പൂർ സൂപ്പർ ഫാസ്റ്റ് ആണ്. ലോക്മാന്യത്തിലേക്കൊന്ന് പുറപ്പെടുന്ന ഗോരഖ്പൂർ വണ്ടി. ഇവിടെ പിടിച്ചിട്ടേക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മുംബൈ ഭാഗത്തുനിന്ന് മറ്റേ പൻവേൽ ഭാഗത്തേക്ക് നമ്മളെ വണ്ടിയൊക്കെ മുന്നേ പോകേണ്ട വണ്ടികൾ എന്തെങ്കിലും ഉണ്ടാവും. മറ്റേ ജനശതാബ്ദിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറി പോകാൻ വേണ്ടി ഇരിക്കും പിടിച്ചിട്ടേക്കുന്നത്. ഇത് ഇപ്പം എത്ര നേരം? 6:15 കഴിഞ്ഞു കേട്ടോ. അരമണിക്കൂർ ആവാറ ഇടന്നിട്ട്. ഈ വണ്ടി നമ്മൾ ഇന്നലെ കണ്ട മറ്റേ പ്രതാപ്ഘട്ടിന്ന് മുംബൈ പോകുന്ന ഉദ്യോഗ് നഗരി എന്ന് പറഞ്ഞില്ലേ, ആ അതേട്ടാ വണ്ടി നമ്മളെ കയറി പോകുന്നതാണ്ടാ. കൊള്ളാം. ഇന്നലെ എവിടെ വെച്ചായിരുന്നു? ഝാൻസിയിലായിരുന്നു, ഭോപ്പാലായിരുന്നു, അറിയത്തില്ല. അവിടെ വെച്ചാ വണ്ടി ഈ വണ്ടീനെ പരെ. അങ്ങനെ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. പൻവേൽ എത്താറാവേണ്ട സമയമായപ്പോഴാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടേട്ടാ. പക്ഷെ എത്തും, നമ്മളൊരു അര മണിക്കൂർ ലേറ്റ് ആയിട്ട് എങ്ങാണ്ട് എത്തും പൻവേൽ. അപ്പോൾ മംഗള ലക്ഷറി എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. സെക്കൻഡ് പാർട്ട് വീഡിയോ പൻവേൽ ടു എറണാകുളം ആണ്. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുക. അടുത്ത ദിവസം വരുന്നതാണ്. ഇപ്പോൾ പൻവേൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത മംഗളയുടെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.